പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ലെങ്കിലും എൻ്റെ കയ്യിൽ കുഴപ്പമില്ലാതെ മൈലാഞ്ചി ഇടുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനെയെങ്കിലും ഞാൻ മൈലാഞ്ചി ഇടാൻ പഠിച്ചതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പയാണ് കേട്ടോ. പണ്ടൊക്കെ ചെറുതായിരുന്ന സമയത്ത് പെരുന്നാളിനൊക്കെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലൊരു താത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തൊക്കെ ആയിരുന്നു പോകും നമ്മൾ മൈലാഞ്ചി ഇടാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞപ്പം അവർ മാരേജ് കഴിഞ്ഞ് പോയി. അപ്പം അത് കഴിഞ്ഞുണ്ടായിരുന്ന പെരുന്നാളിന് എനിക്ക് വീടിൻ്റെ അടുത്തൊന്നും കുറച്ച് ദൂരത്തായിട്ടുള്ള ഒരു താത്തൻ്റെ അടുത്ത് മൈലാഞ്ചി ഇടാൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് അങ്ങാടി പോയി വരുന്ന എൻ്റെ ഉപ്പ ഇത് കണ്ടിട്ട് എന്നോട് പോകണ്ട, നീ സ്വന്തമൊക്കെ മൈലാഞ്ചി ഇട്ടാൽ മതി, ഇത്രയും വലുതായില്ലേ. ഐ തിങ്ക് അന്ന് ഞാൻ 7th എന്തോ ആണ് പഠിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇത്രയും വലുതായതല്ലേ, ഇനി ആരും നീ സ്വന്തമൊക്കെ മൈലാഞ്ചി ഇട്ടാൽ മതി, ഇങ്ങനെ ദൂരോട്ടൊന്നും പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് ഞാൻ കുറേ വിഷമിച്ചെങ്കിലും അന്ന് തൊട്ട് ഞാൻ സ്വന്തമൊക്കെ മൈലാഞ്ചി ഇടൽ തുടങ്ങിയതാണ്. ഇപ്പോഴും ഞാൻ തന്നെയാണ് എൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇടാറ്. ഇപ്പം നമുക്ക് റൈറ്റ് ഹാൻഡിൽ മൈലാഞ്ചി ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. പൊതുവേ ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ കൂടുതലും മെഹന്തി ഇടാറ് കേട്ടോ. ഇപ്പോൾ ഇട്ട ഡിസൈന് ഫോണിൽ ഞാനൊരു ഡിസൈൻ നോക്കിയിട്ടതാണ്. അത്ര അടിപൊളിയായിട്ടൊന്നുമില്ലെങ്കിലും എനിക്കിഷ്ടമായി.